ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കാർ ഡ്രൈവിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഗിയർ ഷിഫ്റ്റിംഗ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും സെയിം തന്നെയാണ്, എന്നാലും ചില വ്യത്യസ്തമായിട്ടുള്ള ഗിയേഴ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് 5 സ്പീഡ് ട്രാൻസ്മിഷൻ ഗിയർ, അതായത് ഈ 5 ഗിയർ ട്രാൻസ്മിഷനും അതുപോലെ ഒരു റിവേഴ്സ് ഗിയറും. ഇത് 6 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനാണ്. ഇതിൽ 5 കഴിഞ്ഞാൽ പിന്നെ 6ാമത്തെ ഗിയറും വരുന്നുണ്ട്. മിക്ക വണ്ടികളിലും റിവേഴ്സ് ഗിയർ വരുന്നത് ഇതിന് 5ന്റെ താഴെ കാണുന്നില്ലേ, 6, അതുപോലെയാണ് വരുന്നത്. അതല്ലാതെ വരുന്ന വണ്ടികളും ഉണ്ട്. ഇതിൽ കാണുന്നത് പോലെ സ്റ്റാർട്ടിങ്ങിൽ റിവേഴ്സ് ഗിയർ വരുന്ന വണ്ടികളും ഉണ്ട്. ഈ നമ്പേഴ്സൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊരു പോർഷൻ കണ്ടോ? ഈ സ്ട്രെയിറ്റ് ലൈനാണ് ന്യൂട്രൽ. ഈ പോർഷൻ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരയ്ക്കും ന്യൂട്രൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ 5 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷൻ, അതിൻ്റെ ഗിയർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്താലും ക്ലച്ച് കംപ്ലീറ്റ് ചവിട്ടിയിട്ട് മാത്രം ഗിയർ ചേഞ്ച് ചെയ്യുക. നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ഫുൾ പ്രഷർ അങ്ങ് കൊടുക്കരുത്. നമ്മൾ ജസ്റ്റ് പാം, അതായത് കൈപ്പത്തിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ഗിയർ ഇടുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി നമുക്ക് ക്ലച്ച് കംപ്ലീറ്റ് ചവിട്ടുക, എന്നിട്ട് നമ്മുടെ കൈപ്പത്തി ഉപയോഗിച്ച് വലത് സൈഡിലേക്ക് ആക്കുക, വലത് അറ്റത്തേക്കാക്കിയിട്ട് മുകളിലേക്ക് തള്ളിയാൽ മതി, ഫസ്റ്റ് ഗിയറിൽ വീഴും. ഇനി ഫസ്റ്റ് ഗിയർ കഴിഞ്ഞ് നമ്മൾ താഴെ ആക്കുമ്പോൾ തന്നെ ന്യൂട്രലാണ്. അതിനുശേഷം പിന്നെയും വലതുവശത്തേക്കാക്കിയിട്ട് താഴേക്ക് ഇട്ടാൽ മതി, അതാണ് സെക്കൻഡ് ഗിയർ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഇപ്പം ന്യൂട്രലാണ് വണ്ടി, അത് വലതുവശത്തേക്ക് ഇങ്ങനെ നമ്മുടെ കൈപ്പത്തി വെച്ച് വലതുവശത്തേക്ക് തള്ളിയിട്ട് മേലേക്ക് തള്ളുക, അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വീഴും. അതിനുശേഷം വലതുവശത്തേക്ക് തള്ളിയിട്ട് പിന്നെ താഴേക്ക് തള്ളുമ്പോൾ, ഇടതുവശത്ത് താഴെയായിട്ട് തള്ളുമ്പോൾ സെക്കൻഡ് ഗിയർ എത്തും. ഈ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡിലിടാൻ വേണ്ടി മുകളിലേക്ക് തട്ടുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ന്യൂട്രലാണ്. അവിടുന്ന് നേരെ സ്ട്രെയിറ്റ് മേലോട്ടാക്കിയാൽ മതി, തേർഡ് വീഴും. ഇപ്പോൾ തേർഡിലിരിക്കുന്ന ഗിയർ ഫോർത്ത് ആക്കാൻ വേണ്ടി താഴെ ആക്കുമ്പോൾ തന്നെ നമ്മൾ ന്യൂട്രലിലെത്തും. അതിനുശേഷം ഏറ്റവും താഴേക്ക് തട്ടുമ്പോൾ ഫോർത്ത് ഗിയറായി. ഫിഫ്ത്ത് ഗിയർ ഇടാൻ വേണ്ടി ഫോർത്തിൽ നിന്ന് മേലെ ആക്കുമ്പോൾ തന്നെ നമ്മൾ ന്യൂട്രലിലെത്തും. ഇത് ന്യൂട്രലാണ്. അപ്പം ന്യൂട്രൽ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റിനും സെക്കൻഡിനും എങ്ങനെ കൈവച്ചോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഫിഫ്ത്തിനും റിവേഴ്സിനും കൈവയ്ക്കേണ്ടത്. ഫസ്റ്റും സെക്കൻഡും ഗിയർ ഇടാൻ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലത്തെ രീതിയിലാണ് നമ്മൾ കൈവച്ചിരുന്നത്. അതായത് നമ്മുടെ കൈപ്പത്തി അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുക. എന്നാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഇതുപോലെയാണ് നമ്മൾ ഫിഫ്ത്ത് ഗിയർ ഇടാനും റിവേഴ്സ് ഗിയർ ഇടാനും വേണ്ടി കൈവയ്ക്കേണ്ടത്. ഫിഫ്ത്ത് ഗിയറും റിവേഴ്സ് ഗിയറും വലത് വശത്ത് അറ്റങ്ങളിലായിട്ടാണ് വരുന്നത്. ഇനി ഫിഫ്ത്ത് ഗിയർ ഇടാൻ ഫോർത്തിൽ നിന്ന് മേലെ ആക്കിയപ്പോൾ തന്നെ ന്യൂട്രലിൽ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം വലത്തേക്കാക്കിയിട്ട് മുകളിലേക്ക് വലത് ഭാഗത്ത് ഏറ്റവും അറ്റത്ത് മുകളിലേക്കൊക്കെ തട്ടുമ്പോൾ ഫിഫ്ത്ത് വരും. ശേഷം ഫിഫ്ത്തിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പഴയതുപോലെ ന്യൂട്രലെത്തി. അതിനുശേഷം വലത് ഭാഗത്തേക്കാക്കിയിട്ട് താഴേക്ക് കൊണ്ടുവരിക, റിവേഴ്സ് എത്തും. ഇത്രയേ ഉള്ളൂ ഗിയർ ഷിഫ്റ്റിംഗ്. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര പാടായിട്ട് തോന്നിയേക്കാം, പക്ഷെ അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വെറും തോന്നലുകൾ മാത്രമാണ്. ഫസ്റ്റ് നിങ്ങളുടെ കാറിൻ്റെ ഗിയർ നോബ് എങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പ്രകാരമുള്ള ഷിഫ്റ്റിംഗ് ചെയ്താൽ മതി. ഗിയർ ഷിഫ്റ്റിംഗ് വളരെ എളുപ്പമാണ്. പിന്നെ ഇതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, അതാണ്